നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ നമ്മുടെ വീടിന്റെ വാസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വാസ്തുവിലും ഫെങ്ഷുയിലും പറയുന്ന പൊതുവായ ഒരു തത്വം. അപ്പോൾ കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് ഓരോ വീടും നമ്മൾ കൺസൾട്ട് ചെയ്തതൊക്കെ വെച്ചിട്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് ഞാൻ യൂട്യൂബിനകത്ത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ യൂട്യൂബ് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ വിളിച്ചു അവരുടെ തന്നെ അനുഭവങ്ങൾ നമ്മളോട് പറയുകയും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെമഡികൾ ചോദിക്കുകയും അല്ലെങ്കിൽ അവർ കൺസൾട്ടിങ്ങിന് വിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പലരുടെയും ഒരു വലിയ ദുഃഖമാണ് വിവാഹം. വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹം ഒരു ദുഃഖം എന്നല്ല ഞാൻ പറയുന്നത്. കല്യാണപ്രായം കഴിഞ്ഞ മക്കളുടെ വിവാഹം നടക്കാതെ നിൽക്കുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖത്തിന് ഉള്ള ഒരു കാരണമാണ്. ആ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ്, അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം അവര് ജ്യോതിഷത്തിൽ നോക്കി അങ്ങനെ പല കാര്യങ്ങളും നോക്കി. അതൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരം ഇങ്ങനെ വിവാഹത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഫെങ്ഷുവിൽ പറയുകയാണെങ്കിൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പൊ ഒരു വീടിന്റെ തെക്കു പടിഞ്ഞാറ്, അതായത് കന്നിമൂല, സൗത്ത് വെസ്റ്റ് കോർണർ, ഇത് മൂന്നും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വീഡിയോയിൽ കമന്റ് ഇടുന്നുണ്ട്, സാറെ തെക്കു പടിഞ്ഞാറ് എന്ന് പറയാതെ സൗത്ത് വെസ്റ്റ് എന്ന് പറയണം. ചിലർ പറയും സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് കന്നിമൂല എന്ന് പറഞ്ഞാലേ മനസ്സിലാവും. അപ്പൊ ഞാൻ മൂന്നും പറയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു വീടെടുത്തു, വീടിനെടുത്തിട്ട് വീടിനെ കറക്റ്റ് 9 തിരിച്ചു. 9 തിരിച്ചപ്പോഴത്തേക്ക് ഇതിനെ 8 ദിക്കുകളും ബ്രഹ്മസ്ഥാനവും വന്നു. അപ്പൊ അതിന്റെ തെക്കും പടിഞ്ഞാറും കൂടിച്ചേർന്ന മൂല, തെക്കു പടിഞ്ഞാറ് മൂല. അപ്പൊ ഇതിലൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഈ തെക്കു പടിഞ്ഞാറ് മൂല ഒഴിച്ചിട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്ന് കണക്കാക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് കന്നിമൂല നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇത്തരത്തിലുള്ള വീടുകളിൽ വിവാഹ തടസ്സം ഉണ്ടാവും. ഇപ്പം വിവാഹത്തിന്റെ പ്രായമായി നിൽക്കുന്നു അല്ലെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന വീട്ടുകാർ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പുറത്തിറങ്ങിപ്പോയി തെക്കു പടിഞ്ഞാറ് മൂല വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ കാണത്തില്ല. അതുകൊണ്ടാണ് വിവാഹം നടക്കാതെ നിൽക്കുന്നത്. ഇത് നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൂല ഈ രീതിയിലൊന്നും പോയിട്ടില്ല. തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഭാഗം മാത്രം ചെറിയ കട്ടിങ്സേ ഇവിടെ ഇങ്ങനെ പോയിട്ടുള്ളൂ. എങ്കിലും ഇത് നിങ്ങളെ ബാധിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ഇതെല്ലാം നിൽക്കുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റൂം ഒന്നും മിസ്സായിട്ടില്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗം കറക്റ്റ് സ്ക്വയറിൽ നിൽക്കുകയാണ്. പക്ഷെ വിവാഹം നടക്കുന്നില്ല. ഈ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം കന്നിമൂലയിൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ വിവാഹ സംബന്ധമായ തടസ്സം ഉണ്ടാവും എന്ന് പറയുന്നു. ഇപ്പൊ ചില ആൾക്കാർ പ്രോഗ്രാം വിളിക്കുന്നു, സാറേ കന്നിമൂലയിലല്ല, കന്നിമൂലയിൽ നമുക്ക് വളരെ നീറ്റാണ്, അവിടെ ഒരു കുഴപ്പമില്ല, അവിടെ കട്ടിലിട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്, പക്ഷേ അതിന്റെ ഇപ്പുറത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കണക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇതിനെ ഞാൻ കറക്റ്റ് 9 തിരിച്ചിരിക്കുകയാണ്. ഈ 45 ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും കന്നിമൂലയിലെ ടോയ്ലറ്റ് ആയിട്ട് അതിനെ കണക്കാക്കും. അപ്പോഴത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിലും പിന്നെ വിവാഹ സംബന്ധമായിട്ട് തടസ്സം അതുണ്ടാകും. അപ്പോൾ ആദ്യം ഈ ഭാഗം നിങ്ങൾ വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഫെങ്ഷു കൺസൾട്ടിനെ കാണിച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ ഭാഗം നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് റെമഡി ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക. ഇനി 2024 ഇപ്പൊ ഇത്തരത്തിൽ പ്രശ്നമുള്ള ഒരു വീടുണ്ട്. 2024 വിവാഹം നടക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹത്തിന്റെ നക്ഷത്രമായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത് സ്റ്റാർ 4 ആണ്. 4 നിൽക്കുന്നത് ഈ വർഷം എല്ലാ വീട്ടിലും വടക്ക് പടിഞ്ഞാറ്, അതായത് നോർത്ത് വെസ്റ്റ് കോർണർ, നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ വായു കോണിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ വായു കോണിൽ നമുക്ക് 4 നിൽക്കുന്നുണ്ട്. 4 എന്ന് പറയുന്നത് എന്താണ്? റൊമാൻസ് സ്റ്റാർ ആണ്, അതായത് വിവാഹത്തിന്റെ നക്ഷത്രമാണ്. അപ്പം വിവാഹപ്രായമായ ആൺകുട്ടികളെ പെൺകുട്ടികളെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിലേക്ക് താമസം മാറ്റുന്നത് വളരെ നല്ലൊരു റെമഡിയായി ഫെങ്ഷുയിൽ അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യാം? ഈ ഭാഗത്തേക്ക് കുട്ടികളെ മാറ്റാം. ഇനി നമുക്ക് അത് ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള ഒരു ജോഡി മണ്ടേരിയൻ ഡെക്കിന്റെ സ്റ്റാച്ചു വാങ്ങിച്ചു വെക്കുന്നത് വിവാഹം നടക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ അതിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെഡിങ് ബേഡിന്റെ ചിത്രം
ആ ബെഡ്റൂമിന്റെ വെളിയിൽ ഡോറിന്റെ മുകളിൽ പിയോണി ഫ്ലവറിന്റെ ചിത്രം, ഒരു മെറ്റൽ ടോട്ടോയ്സിനകത്ത് ഈ വിഷ് എഴുതി വെക്കുക. ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പം വിവാഹത്തിന്റെ തടസ്സം എന്തുകൊണ്ടാണെന്നും ആ വിവാഹം നടക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോണിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് ഉള്ള ഒരു പ്രോഗ്രാമിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റുള്ള ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഇവർ ഈ വീട് മൊത്തത്തിൽ അങ്ങ് പൊളിച്ചു പണിയും. കാരണം അവര് തന്നെ ഡോക്ടർ ആക്കിക്കൊണ്ട് ഈ വീട് മൊത്തത്തിൽ പൊളിച്ചു പണിയും. പക്ഷേ ഇതിന്റെ കറക്റ്റ് കോമ്പസും ഡിഗ്രിയൊക്കെ എടുക്കുമ്പോൾ ഇവര് വിചാരിച്ച സ്ഥലത്തായിരിക്കില്ല ഈ ദിക്കുകളും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നത്. ഇവരൊരു ഏകദേശ കണക്ക് വെച്ച് ചെയ്യും. അത് ഗുണത്തെക്കാളേറെ ദോഷമേ വരത്തുള്ളൂ. ഇപ്പൊ അതായത് നമ്മൾ സ്വയം ചികിത്സ ചെയ്താൽ എങ്ങനെയായിരിക്കും നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് പോലെ ആയിരിക്കും. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പൊളിച്ചു പണിയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പൈസ ചെലവുണ്ട് അതിന് ചെയ്യാൻ. അപ്പോൾ ഒരു വാസ്തു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഫെങ്ഷി കൺസൾട്ടന്റ് കാണിച്ചുകൊണ്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നേക്കുമായി നല്ല രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പല വീടുകളിലും എനിക്ക് അനുഭവമുണ്ട്. ഞാൻ കൺസൾട്ടിങ്ങിന് ചെന്നപ്പോൾ സാറിന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും അല്ല അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതും അല്ല അവരുടെ ദിക്കുകൾ. അവർ സ്വയം ചെയ്തു, തെറ്റാക്കി വെച്ചു, നേരത്തെ കാട്ടിയും കുളമാക്കി. അപ്പം അത് ആദ്യമേ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്തിരുന്നെങ്കിലോ ആ പൈസ വെറുതെ വേസ്റ്റ് ആകില്ലായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഓരോ സയൻസ് ഉണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ വാസ്തു പ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരം അല്ലെങ്കിൽ ഒരു വീട് വെച്ചപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്തപ്പോൾ അതിന് പലതരത്തിലുള്ള വാസ്തു ദോഷങ്ങളുണ്ട്. അപ്പോൾ ഫെങ്ഷുവിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് ലോകമെമ്പാടും ഫെങ്ഷു ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പൊളിച്ചു മാറ്റലുകളില്ലാതെ ഫെങ്ഷുവിലെ റെമഡി ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇത് തന്നെ വെച്ചാൽ തന്നെ ഈ 4 അനിമൽസ് വെച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഫെങ്ഷുവിൽ പറയുന്നുണ്ട്. അതായത് ചൈനയുടെ വിശ്വാസപ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ചൈനയുടെ വിശ്വാസം. അപ്പം നമ്മളുടെ സ്വീകരണ മുറി എടുക്കുക. സ്വീകരണ മുറിയുടെ സെന്ററിൽ കോമ്പസ് വെച്ചുകൊണ്ട് നമ്മൾ 8 ദിക്കുകളും മനസ്സിലാക്കിയിട്ട് ഓരോ ദിക്കിലും അതിൻ്റെതായിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള ചില അനിമൽസ് ഉണ്ട്. അതായത് ചൈനയുടെ വിശ്വാസപ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. വീടിന്റെ വാസ്തുദോഷത്തിന് നല്ലൊരു പരിഹാരമായി ഇത് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വടക്ക് ദിക്ക്. ഇപ്പൊ ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇത് അറിയാതെ ആൾക്കാർ ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടുണ്ട്, തല കീഴായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, തല മുകളിലേക്ക് നോക്കി സ്വീകരണമുറിയുടെ വടക്ക് ഭാഗത്ത് ഒരു ടോട്ടോ, ഒരു ആമയുടെ രൂപം വയ്ക്കാം. അത് സ്വീകരണമുറിയുടെ നോർത്തിലാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫീനിക്സ് ബേർഡ് വെക്കാം. ഫീനിക്സ് ബേർഡ് നമുക്ക് അറിയാം, ആമ വെക്കുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട്? തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി, ദീർഘായുസ്, ഇതൊക്കെ നമുക്ക് ആമ തരും. ഫീനിക്സിനാണെങ്കിൽ നമുക്ക് പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം. ഫീനിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷിയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ പോലും നമുക്ക് അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ള ഒരു എനർജി ഈ ഒരു ഫീനിക്സ് ബേർഡിലൂടെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ഫീനിക്സ് ബേർഡ് വാങ്ങിച്ചു വെച്ചാൽ പോരെ എന്ന് ചിന്തിക്കേണ്ട. ഇത് അതിൻ്റെതായിട്ടുള്ള ഡയറക്ഷനിൽ വെച്ചിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളും, നമ്മൾ എല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ പ്രവർത്തനങ്ങളും ആ രീതിക്ക് മുന്നോട്ട് കൊണ്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അടുത്തത് കിഴക്ക് ഭാഗത്ത് ഒരു ഗ്രീൻ ഡ്രാഗൺ. ഇതെന്ന് പറയുന്നത് മറ്റുള്ളതെല്ലാം നമ്മളൊരു 8 അടി ഹൈറ്റിലാണ് വെക്കുന്നതെങ്കിൽ ഗ്രീൻ ഡ്രാഗൺ കുറച്ചും കൂടെ ഉയരത്തിൽ കിഴക്കിൽ ഒരു 9 അടി ഹൈറ്റിലെങ്കിലും വെക്കണം. ഏറ്റവും ഉയർന്ന് ഗ്രീൻ ഡ്രാഗൺ ഇരിക്കണം. പല വീടുകളിലും നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അറിഞ്ഞുകൂടാതെ താഴ്ത്തി വെച്ചാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അടുത്തത് ഒരു ടൈഗർ, ഒരു വൈറ്റ് ടൈഗർ. ഇത് പടിഞ്ഞാറ് ദിക്കിന്റെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അതായത് സ്വീകരണമുറിയുടെ ഡ്രാഗൺ ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് അത് വയ്ക്കാം. ഇനി നമുക്ക് ഇപ്പം ഒരുപാട് പേര് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന 2 ടൂളുകളിൽ ഒന്ന് ലാഫിൻ ബുദ്ധയാണ്. ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പൊ ഒരാള് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നു, സാർ എനിക്കൊരു ഫെങ്ഷി പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഫെങ്ഷി ടൂൾ വാങ്ങിച്ചാൽ കൊള്ളാണ്ട്, ഞാൻ ആദ്യം ഏത് സാധനം വാങ്ങിക്കണം, ഏത് ടൂള് വാങ്ങിക്കണം എന്ന് ചോദിച്ചാൽ ഒറ്റ ഇതേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ടൂള് വാങ്ങിക്കുന്നതെങ്കിൽ നല്ലൊരു ലാഫിൻ ബുദ്ധ വാങ്ങിക്കുക. ലാഫിൻ ബുദ്ധ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയും. ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ കാണത്തുള്ളൂ. അങ്ങനെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. മിനിമം ഈ ഒരു സൈസ് എങ്കിലും വെക്കണം. അതാണൊക്കെ തന്നെ ഇതിൽ ഒരുപാട് മോഡലുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു മോഡൽ എന്ന് പറയുന്നത് ഈ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് പ്രധാന ഡോറിൽ നിന്നും വീട്ടിന് ഉള്ളിലോട്ട് നോക്കി ഇതിനെ വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ടൂള് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെഗ്ഡ് ഫ്രോഗ് വെക്കാം.
അതായത് 3 കാലുള്ള ഒരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നതായിട്ടാണ്. ഇതിന് 1, 2, 3 കാലുകളാണ്. ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ഫ്രോഗ് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ്. ഈ ഫ്രോഗ് വെക്കുമ്പോൾ കുറച്ച് വലിയ കോയിൻസ് കിട്ടുമെങ്കിൽ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. എല്ലാ ഫ്രോഗിലും വലിയ കോയിൻസ് വരാറില്ല. പക്ഷെ വലിയ കോയിൻസ് വെക്കുന്നതാണ് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് അതങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു പഗോഡ ടവർ ആണ്. അപ്പോൾ പഗോഡ ടവർ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്ക് നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.